ഹായ് ഫ്രണ്ട്സ്, ഞാൻ അംബിക ഗണേശൻ. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിടാൻ കാര്യം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു ഡൗട്ട് ചോദിച്ചു നമ്മുടെ കറുവാപ്പട്ടയെ പറ്റി. അത് സിന്നമൺ, ഇംഗ്ലീഷിൽ സിന്നമൺ എന്ന് പറയും. അത് ഏതാണെന്നല്ല, 2 തരത്തിലുള്ളത് നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടുമല്ലോ. അതിലേതാ നല്ലതെന്ന് ചോദിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുത്തപ്പം എനിക്ക് തോന്നി വേറെ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പ്രയോജനമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ഇടുന്നത്. ഉപകാരം അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സാധാരണയായി സിന്നമൺ അല്ലെങ്കിൽ കറുവാപ്പട്ട 2 തരത്തിലാണ് കിട്ടുന്നത്. ഒന്നൊരു ആഷ് കളറിൽ, ഔട്ടർ ആഷ് കളറും പീസസ് ആയിട്ട് കാണും, ടുക്കടയായിട്ട്. പിന്നെ മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ റെഡ് കളറായിരിക്കും, ചുരുണ്ടിരിക്കും, ചുരുളായിട്ട് കിട്ടും. കുറച്ച് നല്ല റെഡ് കളറായിരിക്കും. ദാറ്റ് ഈസ് എ ഇന്നർ ബാർക്ക്. അത് ബാർക്കിൻ്റെ ഇന്നർ സൈഡായിരിക്കും. ഔട്ടർ പോർഷൻ ഒരു റിമൂവ് ചെയ്യും. ഇതിൽ നല്ലത് ക്വാളിറ്റി ഈ ചുരുണ്ടിരിക്കുന്ന റെഡ് കളറുള്ളതിന് സിലോൺ സിനമൺ എന്ന് പറയും. മറ്റേത് കാഷ്യ സിനമണിന് കുറച്ച് വില കുറവാണ്. സിലോൺ സിനമൺ വില കൂടുതലാണ്. സിലോൺ സിനമണാണ് നല്ലത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കൂടുതൽ യൂസ് ചെയ്താലും ബോഡിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാഷ്യ സിനമൺ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ടിനല്ല, ലിവർ, കിഡ്നിക്കൊക്കെ പതുക്കെ കാലക്രമേണ അപകടം സംഭവിക്കും. പിന്നെ ഇതാണ് തിരിച്ചറിയാനുള്ള മാർഗം. പിന്നീട് ഈ സിനമൺ ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉള്ളൊരു ലാർജ് ക്വാണ്ടിറ്റി പൗഡറും അവൈലബിൾ ആണിപ്പം. അത് ½ kg ഒക്കെ കിട്ടും. അത് ഇനി ഏത് സിനമൺ പൗഡറാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ വാങ്ങുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിനൊക്കെ നല്ലത് സിനമൺ വാങ്ങി പൊടിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ചേരാത്ത നമ്മുടെ മിക്ക മസാലക്കറികളിലും വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഗരം മസാല, കിച്ചൺ കിങ് മസാല, പിന്നെ പനീർ സബ്ജി, ഇതിനകത്തെല്ലാത്തിനും ഏതായാലും മസാലയിൽ ഈ സിനമൺ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും മിക്ക നമ്മുടെ കറികളിലും സിനമൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബോഡിക്ക് ഹെൽത്ത് പരമായിട്ട് ശ്രദ്ധിക്കുന്നവർ തീർച്ചയായിട്ടും സിനമൺ തന്നെ വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത്രയേ പറയാനുള്ളത്. ഇത് ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി പറയുകയാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ടോപ്പിക് കിട്ടുന്നെങ്കിൽ ഇനിയും നമുക്ക് കാണാം, വീഡിയോ ഇടാം.